ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഒരേ വേഷത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ അറിയാം, അച്ഛനെന്നും ഒരേ വേഷത്തിലാണ്. എന്നാലും കഴിഞ്ഞ എപ്പിസോഡിലുള്ള എന്നെ ഇപ്പോഴും കാണുമ്പം പ്രേക്ഷകർക്ക് മനസ്സിലാവുമായിരിക്കും ഇതൊരു കണ്ടിന്യൂഷൻ എപ്പിസോഡാണെന്നുള്ളത്. കാരണം കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് വിവാഹം എന്ന് പറയുന്ന കൂദാശയിൽ നടക്കുന്ന പല കർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ ബൈബിളിലെ അർത്ഥങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും അന്നത്തെ ചടങ്ങുകളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ചർച്ചകളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സമ്മതം ചോദിച്ച് കൈകൊടുത്ത് സമ്മതം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതോടുകൂടി വിവാഹം നടന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഭാരതീയ ആചാരപ്രകാരവും ഒക്കെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് പല പല അർത്ഥങ്ങളായിട്ട് പല പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് താലി കെട്ടുക എന്നുള്ളതാണ്. ഇന്ത്യയിലാണെങ്കിൽ എനിക്കൊന്ന് ചിലർക്ക് ആംഗ്ലോ ഇന്ത്യൻസിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കൊന്നും അങ്ങനെ ഒരു താലി കെട്ടലില്ലെങ്കിലും നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം നമ്മൾ താലി കെട്ടാറുണ്ട്. അപ്പോൾ ഈ താലി കെട്ടലിനെ കുറിച്ച് ഒന്ന് പറയാം. നമ്മുടെ ഈ താലി ഒരു ഭാരതീയ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. ഈ താലിയുടെ സമർപ്പണമുണ്ട്. അത് വളരെ വിലപ്പെട്ട ഒരു പ്രതീകമാണ് താലികെട്ട് എന്ന് പറഞ്ഞാൽ. സാധാരണ ചെയ്യുന്ന മന്ത്രകോടി ഉണ്ടല്ലോ, അതിൽ നിന്ന് 7 നൂല് പിരിച്ചെടുക്കും. എന്നിട്ട് പിരിച്ചെടുത്തിട്ട് അതിനെ 3ആയിട്ട് മടക്കിയിട്ടാണ് താലിയിൽ കോർക്കുക. ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ നൂലാണ് താലിയെ കഴുത്തിൽ ചാർത്തുക. അതിനൊക്കെ അടയാളങ്ങളുമുണ്ട്, പ്രതീകമുണ്ട്. അപ്പം 7 കൂദാശകളും പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനങ്ങളും വെളിപാട് പുസ്തകത്തിൻ്റെ 7 അക്കവും എല്ലാം വെച്ചത് 7. 3 ത്രിത്വത്തെ സൂചിപ്പിക്കും. അപ്പം ദൈവത്തെ കൊണ്ടും ബൈബിളിനെ കൊണ്ടും അവളെ കെട്ടുകയാണ്. അതാണ്. അപ്പം ആ താലി തന്നെ കുരിശും പതിക്കും. അതാണ് ഇതിൽ മുദ്രിതമായ കുരിശ് എന്നൊരു പ്രാർത്ഥന സീറോ മലബാർ ക്രമത്തിൽ ചൊല്ലാറുണ്ട്. അപ്പം ആ കുരിശെന്ന് വെച്ചാൽ ചിലതിൽ ഒരു 3 കുത്തിടുന്ന 3 കുത്ത ഒരു കുരിശാവും. അപ്പം അത് ത്രിത്വത്തെ സൂചിപ്പിക്കുന്ന കുരിശ്. ചിലതിൽ 4 കുത്തുകൾ കുരിശിന്, അത് 4 ദിക്ക്, പ്രപഞ്ചത്തെ മൊത്തം സൂചിപ്പിക്കുന്നു, 4 ദിക്കുകളെ സൂചിപ്പിക്കുന്നതാണ്. ചിലതിൽ 5 കുത്തുകൾ, അത് 5 അപ്പം, ബിബ്ലിക്കൽ സംഖ്യ. ചിലതിൽ 7, അത് കൂദാശകളായിട്ട് മഴവിലിൻ്റെ 7 വർണ്ണങ്ങൾ. അപ്പം നമ്മൾ 7. ചിലതിൽ 10 ഒരു കാലഘട്ടം. ഇസ്രായേൽ ജനതയ്ക്ക് 10 കൽപ്പന, ഫറവോന് 10 ശിക്ഷ, ശിഷ്യന്മാർക്ക് 10 നിർദ്ദേശങ്ങൾ. അത് സിംബോളിക്കലാണ്. അതെല്ലാം 12 ശിഷ്യന്മാരുടെ സമൂഹം, 13 യേശുവും ശിഷ്യന്മാരും, 41 വരെ വരും സ്വർഗാരോഹണം. ഇതിൻ്റെ എല്ലാം വെച്ചുകൊണ്ട് അപ്പം പ്രതീകാത്മകമായ കുത്തുകൊണ്ട് കുരിശ് പണിയും. അപ്പം കുരിശ് പറയുന്നത് എന്താണ്? ഈ കുരിശ് ഞാൻ വിവാഹത്തോടെ ഏറ്റെടുക്കുകയാണ്. കെട്ടിക്കോട് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ്. ഇനി എന്ത് കുരിശ് വന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ്. അതാണ് താലി മുദ്രമായ കുരിശിൻ്റെ അടയാളം അതാണ്. നമുക്ക് ചരടുണ്ട്. 4 ചരടുകൾക്ക് ഇന്ത്യയിൽ വലിയ വിലയാണ്. 4 ചരടുകൾക്ക്. മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ 4 ചരടുകളുണ്ട്. 1 പൂണൂൽ ചരട്, 2 രാഗിച്ചരട്, 3 നമ്മൾ ഈ മരിക്കുമ്പം ഹൈന്ദവ ദർശനത്തിൽ വിരലുകൾ കൂട്ടിക്കെട്ടി ഒരു ചരടുണ്ട്. 5 നമുക്ക് വിവാഹത്തിൻ്റെ ചരട്, മറ്റൊന്ന് പുക്കിൾ ചരട്. ഇങ്ങനെയുണ്ട്. ഇത് 4 എടുത്താൽ മതി. 1 പൂണൂൽ ചരടാണ്. ബ്രാഹ്മണൻ്റെ നെഞ്ചിൽ പൂണൂലുണ്ട്. ഒരു നൂലല്ല, അവൻ്റെ നെഞ്ചിന് കുറുകെ വിലങ്ങിയ ദൈവവിചാരം. അതാണ് ബ്രാഹ്മണൻ്റെ പൂണൂൽ ചരട്. എൻ്റെ നെഞ്ചിന് കുറുകെ വിലങ്ങിയ ദൈവവിചാരമാണ്. അപ്പം അതുകൊണ്ട് അത് പൊട്ടിക്കുന്നത് അവൻ സഹിക്കില്ല. അങ്ങനെ പൊട്ടിച്ചാൽ വലിയ പാപം പോലെയാണ് കാണുക. 2 രാഗിച്ചരട്. വടക്കേ ഇന്ത്യൻ രജപുത്ര പെണ്ണുങ്ങൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു ചരട് കിട്ടും. ആ ചരട് കെട്ടിയാൽ അന്ന് മുതൽ അടുത്ത 12 മാസത്തേക്ക് അവൻ അവളുടെ ആങ്ങളെയായിരിക്കും, കാമുകയല്ല. ഒരാങ്ങളെ പെങ്ങൾ കൂടുന്ന പ്രൊട്ടക്ഷൻ ചരട് കെട്ടിയോട് കൊടുക്കണം. വലിച്ചാൽ നീളുന്ന പിരിച്ചാൽ പൊട്ടുന്ന ഒരു ചരട് അറിവുള്ള പിള്ളേരുമല്ല. പക്ഷെ അവർ കെട്ടുന്നത് ഈ അർത്ഥം വെച്ചാണ് രാഗിച്ചരട്. അപ്പം ഇനിമേൽ പുതിയ ബന്ധം ആരംഭിച്ചു. 3 പുക്കിൾ ചരട്. കുഞ്ഞിന് അമ്മയോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കും പുക്കിൾ ചരട്. എത്ര വലിയവനായി തെരുവൻ അമ്മയെ തൊഴിക്കാൻ കാല് വെക്കുമ്പോഴും അവന് പുക്കളുണ്ട്. അവിടെ നോക്കുമ്പോൾ ഓർക്കണം ഒരമ്മയുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം. അത് പുക്കിൾ ചരട്. 4 താലിച്ചരട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്
അഭേദ്യമായ ബന്ധത്തെയാണ്. അതുകൊണ്ടാണ് താലി പൊട്ടിച്ചാൽ ഭ്രാന്ത് പിടിക്കും. അത് ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും താലി പൊട്ടിച്ച് കഴിയുമ്പം എല്ലാം അങ്ങ് തീരുക. നമ്മുടെ പശ്ചാത്തലം അതാണ്. അപ്പം അനിഷേധ്യമായ ഒരു സ്വീകരണം, ഒന്നിച്ച് കുരിശ് ചുമക്കാം, ഇനി ഞാനും നീ ഒരുമിച്ചാണ് ഭാരങ്ങൾ കുരിശുകൾ വഹിക്കുക. ഇതിൻ്റെ എല്ലാം പരസ്യമായ ഒരു പ്രകടനമാണ് താലികെട്ട്. ഞാനപ്പം ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ എല്ലാവരും കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്, നമ്മൾ വിവാഹം എന്ന് പറയുന്നത് താലി കെട്ടുമ്പോഴാന്നുള്ളത്, ഹിന്ദുക്കളെല്ലാം താലി കെട്ടുമ്പോഴാണ് അവരുടെ വിവാഹം. നമ്മളെ സംബന്ധിച്ചിടത്തോളം താലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാശുരൂപം കിട്ടിയാലും അതിലല്ല നമ്മൾ കൈ കൊടുത്ത് അല്ലെ സമ്മതം പറയുമ്പോഴാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഭാരതീയ ആചാരപ്രകാരമുള്ള കാര്യമാണെന്ന് പറയും. ചിലരൊന്നും താലി ഇടാറില്ല. ഇപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് മാല തന്നെ ഇടണമെന്നില്ലാത്തവരാണ്. അപ്പോൾ പിന്നെ താലി എവിടെ ഇടും? അപ്പോൾ താലി ഇടുന്നത് പണ്ടൊക്കെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. താലി ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, താലി കാണണം, ഭാര്യയുടെ കഴുത്തിൽ താലി മസ്റ്റാണെങ്കിൽ. ഇപ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. താലിമാല ചിലപ്പം വലിയതായിരിക്കും, അതിട്ടാലിട്ടു, അങ്ങനെയൊക്കെയുള്ള പുതിയൊരു തലമുറയുടെ ഒരു കുറേ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അച്ഛൻ അതിനെ എങ്ങനെയാണ് അത് ശരിയാണോ, അത് നമ്മളതിന് കുറച്ചുകൂടെ ഗൗരവം കൊടുക്കണോ, ഇത് നമ്മൾ എപ്പോഴും ധരിക്കണോ? വിവാഹിതയായ സ്ത്രീ നിർബന്ധമായിട്ടും താലി ധരിക്കണം. കാരണം അതിൻ്റെ അടയാളമാണ്. ഉദാഹരണത്തിന് ഒരു യുവതി തലമുടിക്കകത്ത് പൊട്ടുകുത്തിയാൽ അതിൻ്റെ അർത്ഥം വിവാഹപ്രായം ആയവൾ എന്നതിൻ്റെ സൂചനയുണ്ട്. തലമുടിക്കകത്ത് നെറ്റിയിൽ പൊട്ടുകുത്തിയാൽ, മുടി കുത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവൾ എന്നതിൻ്റെ പ്രതീകമുണ്ട്. അതുപോലെയാണ് താലി. അപ്പോൾ ഈ താലി ഈ അച്ഛന്മാർക്ക് അച്ഛനാണെന്നറിയാൻ എന്തു വേണം? കുപ്പായം വേണം. യാത്രയ്ക്ക് എളുപ്പമായിരിക്കും കുപ്പായമില്ലാതെ നടക്കുന്നത്. പക്ഷേ ഒരു വൈദികനാണ് തിരിച്ചറിയണോ? ലോക വേണം. ഒരു സ്ത്രീയെ വെറുതെ മോശമായി നോക്കാതിരിക്കാൻ കഴുത്തിലെ താലി സഹായിക്കും. കാരണം ഇതൊരു അന്തസ്സുള്ളവന് പിന്നെ നോക്കാൻ തോന്നിയില്ല. ഇതൊരു പുരുഷൻ്റെ സ്വത്താണ്, സ്വകാര്യ സ്വത്താണ്. ആ ലോകത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലാൻ പറ്റില്ല. അതാണ് പ്രത്യേകത. അതുകൊണ്ട് പറയും, ഈ ലോഹയില്ലാത്ത അച്ഛനും താലിയില്ലാത്ത ഭാര്യയും ബോർഡ് വെക്കാത്ത ബസ് പോലെയാണ്. ആർക്കും കൈ കാണിക്കാം, ഒരുറപ്പുമില്ലല്ലോ, നിർത്തിക്കിട്ടും. അപ്പം അതുകൊണ്ട് താലി അതിൻ്റെ അഭേദ്യമായ ബന്ധമായിട്ട് കാണും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പാരമ്പര്യങ്ങളിൽ മരിച്ചു കഴിയുന്ന ഒരു സ്ത്രീയുടെ താലി മക്കൾക്കുള്ളതല്ല, പള്ളിയുടെ നേർച്ചപാത്രത്തിലാണ്. മിക്ക പള്ളികളിലും ചെറുപ്പങ്കലോ കുളമാണോ ഒക്കെ നമ്മൾ വലിയ വലിയ ദേവാലയം എടുക്കുക, താലി കിടക്കും അതിനകത്ത്. 5, 8, 10 താലി കാണും ഒരു വർഷത്തിന്. കാരണം ദൈവം തന്നതാണ് ഈ താലി. പള്ളിയെ വെച്ച് പൈസ ഞാൻ കൊടുത്താലും ദൈവം തന്നതാണ്. അതുകൊണ്ട് ഇനി ഭൂമിയിൽ ഇറങ്ങുന്നതല്ല, തമ്പുരാൻ്റെ നടയിൽ തിരിച്ച് ഞാനിടും. ഇവിടെ വെച്ച് ഞാൻ ഈ താലി കെട്ടിയത്, ഇവിടെ തന്നെ ആ താലി ഞാൻ ഉപേക്ഷിക്കുന്നു. ഇനി ഈ താലി വേറെ എന്നോട് കെട്ടുന്നുമില്ല. അപ്പം ആ രീതിയിൽ വിവാഹത്തെ കാണുന്ന കാഴ്ചപ്പാടുണ്ട്. താലി പരിശുദ്ധമായ ബന്ധം, അഭേദ്യമായ സ്നേഹം, അനുഗ്രഹീത ദാമ്പത്യം, അതിനെല്ലാം പ്രതീകമായിട്ടാണ് താലി കെട്ടുക. നേരെ താലിലൊരു കുരിശുണ്ടല്ലോ. അപ്പം നമുക്ക് പലപ്പോഴും അതൊരു ബലമാണ്. അതിൽ പിടിച്ച് പ്രാർത്ഥിച്ചാൽ പോലും കുടുംബജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നടക്കും. ഒത്തിരി പേര് പ്രാർത്ഥനാപൂർവ്വം ഈ താലിയാണ് സത്യം ചെയ്യാന്ന് കേൾക്കാറുണ്ട്. താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് കിടക്കണമല്ലോ, മന്ത്രകോടി. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇന്ന് മന്ത്രകോടിയുടെ വിലയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പല കല്യാണങ്ങൾക്കും. പക്ഷേ അതൊന്നും അല്ല, എത്ര വില കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും അതിൻ്റെ ഒരു അർത്ഥമാണല്ലോ വളരെ പ്രധാനപ്പെട്ടത്. ഒരു ഓയിൽ സാരി എടുത്താലും അല്ലേ, അത് ഓയിൽ തുണി കൊണ്ടിട്ടാലും മന്ത്രകോടി. എന്താണ് ഈ മന്ത്രകോടി എന്ന് വിളിക്കാൻ തന്നെ അതിന്? അതൊരു ഭാരതീയ പശ്ചാത്തലത്തിൽ നിന്നേ മന്ത്രങ്ങൾ അതെല്ലാം ഉരുവിട്ടതിന് ശേഷമാണ് അത് പുതപ്പിക്കുക. ആ രീതിയിൽ അങ്ങനെ വേണം നമുക്ക് എടുക്കാം. മറ്റർത്ഥം കണ്ടേക്കാം, ഇതിലെടുക്കാം. മന്ത്രകോടിയുടെ വിലയല്ല, മന്ത്രകോടിയുടെ വില പുതപ്പിച്ചവൻ്റെ വിലയാണ്. ആര് പുതയ്ക്കപ്പെട്ടോ അവളുടെ വിലയാണ്. നമുക്കറിയാമല്ലോ, ഒരു അതിഥിയുടെ വില എന്ന് പറഞ്ഞാൽ സന്ദർശനത്തിൻ്റെ വില സന്ദർശിച്ചവൻ്റെ വിലയാണ്, ഇല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചു, നരേന്ദ്രമോദി പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചു, രാഷ്ട്രപതി ലക്ഷദ്വീപ് സന്ദർശിച്ചു. വിലയുള്ളവൻ്റെയാണ് സന്ദർശിച്ചു എന്ന് പറയുക. ആരെല്ലാം പറയുമോ, രാത്രി 9:30 കുറുക്കൻ കോഴിക്കോട് സന്ദർശിച്ചു, ഇന്നലെ 10:00 തറവക്കാരൻ എൻ്റെ വീട് സന്ദർശിച്ചു.
ബലപ്പെട്ടതാണ് സന്ദർശനം എന്ന് പറയുക. ഇതുപോലെ പുതപ്പിക്കുന്ന തുണിയുടെ വിലയല്ല, ആ വാഗ്ദാനത്തിൻ്റെ വില, പുതപ്പിച്ചതിൻ്റെ വില. അപ്പോൾ നമ്മൾ മന്ത്രകൂടി പുതപ്പിച്ച് പറയുന്നത് എന്താ? മോളെ, നീ ആദ്യ കുർബാന സ്വീകരിച്ചൊരു നാളുണ്ടായിരുന്നു. അന്ന് നിൻ്റെ സംരക്ഷണം നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലായിരുന്നു. അന്ന് അവർ നിൻ്റെ തലയിൽ നെറ്റിയിട്ട് തന്നു. ഈ നിമിഷം മുതൽ നിൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന്, നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നിൻ്റെ സംരക്ഷണം ഈ ചേട്ടൻ ഏറ്റെടുക്കുകയാണ്. അതാണ് മന്ത്രകൂടി പതിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. അത് ഒരു സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളൂ. ഒരു സ്ത്രീ പറയൂ, അതാണോ അർത്ഥം എൻ്റെ അച്ചു? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിയാനെ പുതപ്പിക്കണമായിരുന്നു. കാരണം എൻ്റെ കാശ് കൊണ്ട് അയാളുടെ വട്ടച്ചെലവൊന്നും നടന്നു പോകുന്നത്. എൻ്റെ പണം, എൻ്റെ സെക്യൂരിറ്റി എല്ലാം നിനക്ക് തരും. അതാണ് നിൻ്റെ സംരക്ഷണം നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും തുടർച്ച അതിൻ്റെ ബാക്കിയുണ്ട്. അതിൻ്റെ ബാക്കിയാണ് കുരിശ് കൊന്തയേൽപ്പിക്കും. ഈ പൗരാണിക പാരമ്പര്യങ്ങൾ അമ്മായിയമ്മ മരുമകളുടെ നെറ്റി കുരിശ് വരച്ചിട്ട് കുരിശും കൊന്തയും കൂടി മരുമകളെ ഏൽപ്പിക്കുന്ന പാരമ്പര്യമുണ്ട്, സഭാ പാരമ്പര്യങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താ? പൊന്നു മോളെ, 7 ദിവസം കഴിയുമ്പം നീ എനിക്ക് കുരിശ്, ഞാൻ നിനക്ക് കുരിശെന്നല്ല. ഇന്ന് വരെ വീട്ടിൽ പ്രാർത്ഥന നയിച്ച പഴയ പുരോഹിത ഞാനാണ്. ഇന്നു മുതൽ പ്രാർത്ഥന നയിക്കേണ്ട പുതിയ പുരോഹിത നീയാണ്. പ്രാർത്ഥനയുടെ ആയുധമായ കുരിശും കൊന്തയും നിന്നെ ഏൽപ്പിക്കുന്നു. ഒരു പ്രാർത്ഥനാ പാരമ്പര്യത്തിൻ്റെ വിശിഷ്ടമായൊരു കൈമാറ്റമാണ് അവിടെ നമ്മൾ കാണുക. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് വിവാഹത്തിൻ്റെ പ്രതിജ്ഞയിലേക്ക് കിടക്കാം. നമ്മളൊരു എപ്പിസോഡ് ഫുള്ളത് പറഞ്ഞതാണ് വിവാഹത്തിൻ്റെ പ്രതിജ്ഞയിലെ ഓരോരോ കാര്യങ്ങളും എടുത്ത്. പക്ഷെ എന്നാലും ക്രമമായിട്ട് പറയുമ്പോൾ മന്ത്രകോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈബിളിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വലിയ പ്രതിജ്ഞയാണ്. ബൈബിൾ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ ആരംഭിച്ച ലോകചരിത്രം, ബൈബിളിക്കൽ ഹിസ്റ്ററി, അതിൻ്റെ മുഴുവൻ ബേസ് ചെയ്താണ് ഞങ്ങൾ വിവാഹം ആരംഭിക്കുന്നത്. അബ്രഹാം സാറായെ സ്വീകരിച്ചപ്പോൾ എടുത്ത പ്രതിജ്ഞ, ഇസഹാക്ക് റബേക്കയെ സ്വീകരിച്ചപ്പോൾ എടുത്ത പ്രതിജ്ഞ, യാക്കോബ് റേച്ചലിനെ സ്വീകരിച്ചപ്പോൾ എടുത്ത പ്രതിജ്ഞ, ആ പ്രതിജ്ഞ ഞാനും തുടരുക. പഴയ നിയമ പൂർവികർ ചെയ്തത് എന്തെല്ലാമാണോ ആ പാരമ്പര്യത്തിൽ ഞാനും കണ്ണി ചേരും. പുതിയ നിയമത്തിലെ പിതാക്കന്മാർ, മാതാക്കൾ എന്തു ചെയ്തോ ആ പാരമ്പര്യത്തിൽ ഞാനും പങ്കുചേരുന്നു. ഒറ്റപ്പെട്ട തീരുമാനമല്ല, അടിസ്ഥാനമായ ബൈബിളും ദേവാലയം കുർബാനയും സാക്ഷിയാക്കിയാണ് എൻ്റെ പ്രതിജ്ഞ. ഇപ്പം കുർബാന അതിനോട് ചേർന്നാണ് നമ്മൾ ഈ പ്രതിജ്ഞ വിവാഹം നടക്കുന്നത്. അപ്പോൾ ബൈബിൾ പാരമ്പര്യം, ദിവ്യകാരുണ്യത്തിൻ്റെ പാരമ്പര്യം, ഈ പാരമ്പര്യത്തോടെല്ലാം ചേർന്നാണ് എൻ്റെ പ്രതിജ്ഞ. ചുമ്മാ എടുത്തൊരു തീരുമാനമല്ല, ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യും. അതാണ് അതിൻ്റെ കണ്ടൻ്റൊക്കെ നമ്മൾ പഴയ ഒരു എപ്പിസോഡിൽ മുഴുവൻ പറഞ്ഞതാണ്. അപ്പം അത് മതി. എനിക്കൊന്ന് വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സാക്ഷികൾ വേണം. എല്ലാ മനുഷ്യരും സാക്ഷികളാണെന്ന് പറഞ്ഞിരുന്നാലും 2 സാക്ഷികൾ വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതെന്താ, ഇതൊരു സാമൂഹിക കർമ്മം കൂടി ആയതുകൊണ്ടാണോ? അതെ അതെ അതെ. കാരണം പണ്ടുണ്ടല്ലോ, നിൻ്റെ തീരുമാനങ്ങൾ സാക്ഷികൾ കണ്ട് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ. അതൊന്നുമുണ്ട് സാക്ഷി. അത് അബ്രഹാമും ഉടമ്പടി സ്ഥാപിക്കുമ്പോഴും സാക്ഷികളുണ്ടായിരുന്നു. അപ്പം സാക്ഷി ഉറപ്പിൻ്റെ പ്രതീകവും സമൂഹത്തിൻ്റെ പ്രതീകവുമാണ്. ചുമ്മാ 2 പേരെ വിളിച്ച് കഴിച്ച് സാക്ഷി കഴിച്ചോ നടത്തിയതല്ല കല്യാണം, ഒരു സമൂഹം അതിന് സാക്ഷിയാണ്. അപ്പം കല്യാണം കഴിഞ്ഞ് ചുമ്മാ പൊട്ടലും ചെല്ലും വരുമ്പം ചുമ്മാ ഇട്ടിട്ട് പോകാമെന്ന് ഓർക്കരുത്. ഓർക്കണം, ഒരു സാക്ഷ്യം ഉണ്ട്, ഒരു സമൂഹമുണ്ട്. അവിടെ മുമ്പിലാണ് പറഞ്ഞത്, ഒരു ഇരുട്ടുമുറി വെച്ചല്ല. അപ്പോൾ അതൊരു ബലം കിട്ടാനൊന്ന്, രണ്ടാമത് ബലപ്പെടുത്താനും. ഇവർ നിങ്ങളെ ബലപ്പെടുത്തുന്നു, സാക്ഷികൾ ബലപ്പെടുത്തും. ദമ്പതികളോ അവർക്ക് തുടരാനുള്ള ആത്മധൈര്യവും ശക്തിയും കിട്ടുന്നു ഈ സാക്ഷ്യം വഴി. ഞാൻ ഓർക്കും, എത്ര കൂതാശ ഉണ്ടെങ്കിലും വേറെ ആർക്കും, വേറൊരു കൂതാശയിലും സാക്ഷികൾ ആവശ്യപ്പെടുന്നില്ല. കാരണം അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു വ്യക്തിപരമായ ജീവിതത്തെ ദൃഢപ്പെടുത്തുന്നതാണെങ്കിൽ ഇതൊരു സമൂഹത്തെയും 2 പേരെയും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആണല്ലോ നമ്മുടെ എപ്പിസോഡ് തന്നെ ഇത്രയും നീണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിലാണ് നമ്മൾ ആ സാക്ഷികളെ പ്രധാനമായിട്ടും കാണുന്നത്. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉള്ളൊരു ജീവിതമാണല്ലോ. അവർ തന്നെ പറയുകയാണ്, നിങ്ങൾക്കൊരു പാളിച്ച വന്നാൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്നാണ്. മാമോസയ്ക്ക് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പോലെ വിശ്വാസ ജീവിതം ഇവരെ ആര് നോക്കിയും ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, നോക്കും. അതൊരു സാക്ഷ്യമാണ്. അതാണ് വിവാഹത്തിന് വരുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട്,
നമ്മൾ പറയുന്നത് ഞങ്ങൾ ചെയ്യുമ്പോൾ കളിപ്പിച്ച് ഓടുകയല്ല, നിങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ വിവാദത്തിലാകുന്നത്. അപ്പം അത് ഞങ്ങൾക്കൊരു വലിയ ഉറച്ച ബോധ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ പരിശുദ്ധ കുർബാനയിലാണല്ലോ നമ്മൾ വിവാഹം എന്ന കൂദാശ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ വിവാഹം എന്ന കൂദാശയുടെ കുറച്ച് സവിശേഷതകൾ വളരെ കാര്യമായിട്ട് എടുത്തു പറയാവുന്ന കുറച്ച് സവിശേഷതകളൂടി പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അല്ല, അത് ഈ കുർബാനയ്ക്കകത്ത് നമ്മൾ കൊണ്ടുവെക്കുന്നത് വീഞ്ഞും കൊണ്ടുവെക്കുന്നത് വെള്ളവുമാണ്. വീഞ്ഞും വെള്ളവും അല്ലെ, കൊണ്ടുവെക്കുന്നത് വീഞ്ഞും കൊണ്ടുവെക്കുന്നത് ഒരു ഓസ്തിയ കല്യാണത്തിന് ഈ വിവാഹത്തിന് മുമ്പ്. പക്ഷേ ആ കൂദാശയ്ക്കകത്ത് അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടും. അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അത് വെറും അപ്പവും വെറും വീഞ്ഞും ദൈവപുത്രൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടും. ഇതുപോലെ പള്ളിയിൽ വന്നത് ടോമി എന്ന് പറയുന്ന ഒരു രക്തവും ജെസി എന്ന് പറയുന്ന ഓസ്തിയുമാണ്. പള്ളി വന്ന് കയറിയത് വരെ ഈ അപ്പവും വീഞ്ഞും വന്നതുപോലെ. പിന്നെ ആ കർമ്മത്തിനകത്ത് തിരുരക്തവും തിരുശരീരവുമായി തീരുന്ന പോലെ വരനും വധുവും ഭർത്താവും ഭാര്യയായി അങ്ങ് മാറും. മാറ്റമൊന്നുമില്ല. ഓസ്തിയുടെ നിറം മാറുന്നില്ല, വീഞ്ഞിന് നിറം മാറുന്നില്ല, അതതുപോലെ ഇരിക്കും. പക്ഷേ കുർബാന ആയി കഴിയുമ്പം പിന്നെ കൊണ്ടുവന്ന ഓസ്തിയല്ല, കൊണ്ടുവന്ന വീഞ്ഞല്ല, അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ്. ഇതാണ് വിവാഹത്തിലും പ്രധാനപ്പെട്ടത്. പലവിധ കരുത് രണ്ട് വീട്ടിലെ രണ്ട് വ്യക്തികൾ, പക്ഷെ ആ കർമ്മത്തിനിടയ്ക്ക് അവർ ശരീരവും രക്തവുമായി മാറി. കണ്ടാൽ മാറ്റമൊന്നുമില്ല, പക്ഷെ ഒരു വലിയ ഒരു കൗതാശിക ഒരു രൂപാന്തരീകരണം അവരിൽ നടന്നു കഴിഞ്ഞു. ഒരു വലിയ രഹസ്യമാണ്. ഇതൊരു രഹസ്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് സത്യത്തിൽ നിരക്കാൻ പറ്റുന്നില്ല അല്ലേ, അത്ര വലിയൊരു കാര്യമാണ്. സാമാന്യ ചിന്തകളിൽ ഇതിനൊന്നും അർത്ഥമൊക്കെ ഇങ്ങനെ ഇപ്പം മോറിയാമല കയറിപ്പോയ അബ്രഹാം തന്നെയാണ് മലയിൽ നിന്ന് ഇറങ്ങി വന്നത്. കണ്ടവർക്ക് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ കയറിപ്പോയത് വെറും ഒരു കൊച്ചിൻ്റെ അപ്പനായ ഇസഹാക്ക്, അപ്പനായ അബ്രഹാം. ഇറങ്ങി വന്നത് വിശ്വാസിയുടെ പിതാവായ അബ്രഹാം. കയറിപ്പോയത് വെറും മാംസത്തിൽ ജനിച്ച ഒരു മകൻ ഇസഹാക്ക്. ഇറങ്ങി വന്നതോ ദൈവത്തിൻ്റെ സൗജന്യ ദാനമായൊരു മാറ്റം. ആൾക്കാർ കണ്ടില്ല, പക്ഷെ അബ്രഹാമിൻ്റെ മനസ്സിലും ഇസ്ഹാക്കിൻ്റെ മനസ്സിലും ആ മാറ്റം ശരിക്കും അവർ അനുഭവിച്ചു. അതിൻ്റെ തീക്ഷ്ണതയും അനുഭവിച്ചു. ഇതാണ് കല്യാണവും വിവാഹവും. പുറത്ത് നോക്കുമ്പോൾ കയറി പോയവനും പോയവനും വരുന്നു, പക്ഷെ ഇറങ്ങി വരുമ്പം അതല്ല. പിന്നെ രീതി മാറി, കാഴ്ചപ്പാട് മാറി, കഷ്ടം മാറി. പിന്നെ കൂദാശ ഒരു പ്രത്യേക ആത്മീയ അനുഗ്രഹവും കൊടുക്കുന്നു ഇവർക്ക്. ഒരു പുതുജീവിതത്തിൻ്റെ തുടക്കം, ഒരു പുറപ്പാടിൻ്റെ തുടക്കം. അതുപോലെ വളരെ ഒരു ഏകത്വം, അഭിഭാജ്യത, തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഇങ്ങനെ വേദപാഠം പഠിക്കുമ്പോൾ പോലും വിവാഹം എന്ന കൂദാശയുടെ പ്രത്യേകതകളായിട്ട് പറയാറുണ്ട്. ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിമേൽ രണ്ടല്ല ഒന്നാണ്. അതാണ് ഏകത്വം. രണ്ടല്ല ഒന്നാണ്. അത് കല്യാണം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും കൂടി ആദ്യ നാളുകളിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പം ഭർത്താവ് മുമ്പിലും ഭാര്യ എപ്പുറത്തും ഇരിക്കുന്നു. അപ്പം കണ്ടക്ടർ പറഞ്ഞു ടിക്കറ്റ് കെട്ടിയ പറഞ്ഞു ഒരു ടിക്കറ്റ്. അപ്പം പറഞ്ഞു തന്നെ പ്രായപൂർത്തിയായില്ലേ, ഭാര്യ 4 വയസ്സായില്ലേ എന്ന് ചോദിച്ചു. ആയി, പക്ഷെ കെട്ടിച്ച അച്ഛൻ പറഞ്ഞാലും ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, ഒറ്റ ടിക്കറ്റ്. ഇതാണ് ഏകത്വം. അത് കാഴ്ചപ്പാടി വരുന്നതാണ്. എൻ്റെ കൈ ആ ഏകത്വം വരുമ്പോഴാണ് ഭർത്താവിന് ഒരു വല്ലാത്ത രോഗം വന്നാൽ ആ ദേഹത്തിൽ ബന്ധമില്ലാത്ത ഭാര്യ എന്തിനാണ് കരയുന്നത്? അത് ഏകത്വത്തില്ല. ടെലിപ്പതി പോലും വരും. ഏകത്വം അവിടെ വരികയാണ്. ഭാര്യയ്ക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസറാന്ന് പറഞ്ഞാൽ ഭർത്താവ് ചുമ്മാ അങ്ങ് വിങ്ങും. പണച്ചെലവോർത്തല്ല, അവൻ്റെ ഒരു ഭാഗത്താണിത് ബാധിച്ചത്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാലോ അപ്പനും അമ്മയും കരയും. എൻ്റെ ദേഹമല്ലല്ലോ. ഇപ്പം ജോലിയായിട്ട് വർത്താനം വരും, ഫോൺ വരും. ആ ഫോണിൽ കൂടെ മെസ്സേജ് കൂടെ ഒന്ന് ഫോൺ വിളിക്കുന്നതിൻ്റെ അമ്മ മരിച്ചെന്നാണ്. അവൻ്റെ മുഖം പെട്ടെന്ന് വാടി ആകെപ്പാടെ ടെൻഷനായി. അപ്പോൾ ഒരാൾ പറയും, എന്നാടാ നീ മരിച്ചില്ലല്ലോ, നിൻ്റെ അമ്മയല്ലേ മരിച്ചത്, നിനക്കെന്നാ ടെൻഷൻ? ഏകത്വത്തിൽ കണ്ണ് നിറഞ്ഞ രണ്ടുപേരുടെയും കണ്ണ് നിറയും, ചിരിച്ച രണ്ടുപേരും ചിരിക്കും, ഭാരമാണ് രണ്ടുപേർക്കും ഭാരം. ഇതാണ് വിവാഹത്തിൻ്റെ ഏകത്വം. അതുപോലെ അവിഭാജ്യത പിന്നീട് മുറിക്കാൻ പറ്റുകയില്ല, രണ്ടു പകുക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ ഭർത്താവിന് ഒരു പ്രശ്നം വന്നാൽ അതെൻ്റെ പ്രശ്നമായി, ഭാര്യയ്ക്ക് പ്രശ്നം വന്നു എൻ്റെ പ്രശ്നമായി. പറയുന്ന പറയുമല്ലോ, എന്നാ പറയാനാ, നമുക്ക് നടുവിന് വേദനയായിപ്പോയി. രണ്ടുപേർക്കും വന്നെന്നല്ല, കെട്ടിവിടെ നടുവേദന ഭാര്യ പറയും ഞങ്ങൾക്ക് നടുവേദനയാണ്. ഭാര്യയ്ക്ക് തലവേദനയാണെങ്കിൽ ഞങ്ങൾക്ക് തലവേദനയായിപ്പോയി.
എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിഭാജ്യത. പിന്നെ നിനക്ക് തലവേദന, നിൻ്റെ കെട്ടിയോ, പിന്നെ വാക്കൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ കുഞ്ഞ് ഇൻസെപ്പറബിൾ. പിന്നെ തിരിക്കാൻ പറ്റിയല്ല. ഇതാണ് അവിഭാജ്യതയും ഏകത്വം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വളരെ നമ്മൾ പറഞ്ഞല്ലോ ഒരു രഹസ്യമായ ഒരു കൂദാശയുടെ തുടക്കം വന്നു കയറിയപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ ഒരു ടോമിയും ജെസ്സിയുമായിരുന്നു, തിരിച്ചിറങ്ങുമ്പോൾ അവർ മറ്റാരോ ഒക്കെയാണ് അല്ലേ. കാണുമ്പോൾ ഒരുപോലെങ്കിലും വലിയ മാറ്റങ്ങൾ നടക്കുന്ന കൂദാശയുടെ പല പല കാര്യങ്ങളാണ് നമ്മൾ കേട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഒരു അവസാനമൊന്നുമല്ല, ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിധി മൂലം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.